എല്ലാ കൂട്ടുകാർക്കും ബ്ലൂമിംഗ് ബഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന പാഠത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. മുന്നത്തെ ഭാഗങ്ങൾ വീഡിയോ ചെയ്തത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കൂട്ടുകാരൊന്ന് കയറി കാണണേ. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഡൈവേഴ്സിറ്റി ഇൻ കളർ, നിറത്തിലെ വൈവിധ്യം. ഒബ്സർവ് ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ. കാൻ യു സീ ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് ഇൻ ഡിഫറെന്റ് കളേഴ്സ്? അവിടെ പല നിറത്തിലുള്ള പൂക്കളും ഇലകളും കാണുന്നില്ലേ? യു ഹാവ് സീൻ ദാറ്റ് ദ റീസൺ ഫോർ ദ ഗ്രീൻ കളർ ഈസ് ക്ലോറോഫിൽ, ഹാവ് യു? അതായത് ഇലകളിലുള്ള പച്ച നിറത്തിന് കാരണം ക്ലോറോഫിൽ എന്ന പിഗ്മെന്റ് ആണെന്ന് നിങ്ങൾ പഠിച്ചില്ലേ? ക്ലോറോഫിൽ എന്ന് വെച്ചാൽ ഹരിതകം. ഇലകളിലെ പച്ച നിറത്തിന് കാരണം ഹരിതകമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ? ഫോട്ടോസിന്തസിസ് പഠിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ അതും പഠിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ പിഗ്മെന്റ്സ് ദാറ്റ് കോസസ് അതർ കളേഴ്സ്? അപ്പോൾ മറ്റു നിറങ്ങൾക്ക് കാരണമായ പിഗ്മെന്റ് ഏതൊക്കെയാണ്? ഇലകൾക്ക് പച്ച നിറം മാത്രമല്ല, മഞ്ഞ നിറത്തിലും ഓറഞ്ച് നിറത്തിലും ചുവപ്പ് നിറത്തിലും എല്ലാം കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകും അല്ലെ? പച്ച നിറത്തിലുള്ള ഇലകൾക്ക് കാരണം ക്ലോറോഫിൽ ആണെങ്കിൽ മറ്റു നിറങ്ങളുള്ള ഇലകൾക്ക് കാരണം ഏത് പിഗ്മെന്റ് ആയിരിക്കും? ഇനി അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട്. താഴെ നമുക്ക് ടേബിളിൽ തന്നിട്ടുണ്ട്. റെഡ് കളറുള്ള ഇലകൾക്ക് കാരണം ആന്തോസയാനിൻ എന്ന പിഗ്മെന്റ് ആണ്. അതുപോലെ ഓറഞ്ച് നിറമുള്ള ഇലകൾക്ക് കാരണം കരോട്ടിൻ എന്ന പിഗ്മെന്റ് ആണ്. യെല്ലോ നിറത്തിന് കാരണം സാന്തോഫിൽ എന്ന പിഗ്മെന്റ് ആണ്. കളേഴ്സും പിഗ്മെന്റും എന്ന ഈ ഒരു ഭാഗം കൂട്ടുകാർ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. എക്സാമിന് തീർച്ചയായും വരുന്ന ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ ഗ്രീൻ നിറത്തിന് ക്ലോറോഫിൽ, റെഡ് നിറത്തിന് കാരണം ആന്തോസയാനിൻ, ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിൻ, യെല്ലോ നിറത്തിന് കാരണം സാന്തോഫിൽ. ഇത് ഓർത്തിരിക്കുക തന്നെ ചെയ്യണം. അടുത്ത ഭാഗം ഗ്യാസസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്, വാതക വിനിമയം സസ്യങ്ങളിൽ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ദ ഗ്യാസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശരിയാണ്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഫോട്ടോസിന്തസിസിന്, അതായത് ചെടികൾക്ക് ആഹാരം നിർമ്മിക്കാൻ വേണ്ട ഒരു വാതകമാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. Which of these gases are used by living organisms for respiration? ഇവയിൽ ഏത് വാതകമാണ് ജീവികൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്നത്? അപ്പോൾ താഴെ നമുക്ക് ചില ഗ്യാസസിന്റെ പേരുകൾ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതില് ഒരു കുട്ടി സംശയം ചോദിക്കുന്നുണ്ട്. ഈസ് ദർ ഓൺലി കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഉള്ളത്? നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് വാതകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഇവിടെ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. അതാണ് ഓറഞ്ച് നിറത്തിൽ തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ. അത് കഴിഞ്ഞാൽ ആർഗൺ ആണ്. അതിനുശേഷം ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പിന്നെ ഇവയൊന്നുമല്ലാതെ മറ്റു കുറെ വാതകങ്ങൾ കൂടി നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ട്. അവയാണ് മഞ്ഞ നിറത്തിൽ തന്നിരിക്കുന്നത്. ലിവിങ് തിങ്സ് ബ്രീത്ത് ടു ഗെറ്റ് എനർജി. ഊർജം ലഭിക്കാൻ വേണ്ടിയാണ് ശ്വസനം നടത്തുന്നത്. അതായത് ഊർജം ലഭിക്കാൻ വേണ്ടിയാണ് ജീവികൾ ശ്വസിക്കുന്നത്. ഡോണ്ട് യു തിങ്ക് ദാറ്റ് പ്ലാന്റ്സ് ആൾസോ നീഡ് എനർജി? സസ്യങ്ങൾക്കും ഊർജം ആവശ്യമല്ലേ? ജീവനുള്ളവയ്ക്ക് ഊർജം ലഭിക്കണമെങ്കിൽ ശ്വസനം നടക്കണം അല്ലേ? അതുപോലെ തന്നെയല്ലേ സസ്യങ്ങളും? സസ്യങ്ങളും ജീവനുള്ളവ തന്നെയാണ്. അവയ്ക്കും ഊർജം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ശ്വസനം നടക്കണം. ഇനി എങ്ങനെയാണ് സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. ഷുഡ് റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ടു ഒബ്റ്റെയിൻ എനർജി? ഊർജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കാറില്ലേ? യെസ്, റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ടു. അതെ, സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. ജീവികളിലും മനുഷ്യരിലും മാത്രമല്ല ശ്വസനം നടക്കുന്നത്, ചെടികളിലും ശ്വസനം നടക്കുന്നുണ്ട്. ആൾ ലിവിംഗ് ബീയിങ്സ് യൂസ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആണ്. നമ്മൾ ശ്വസിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ശ്വസനം നടക്കില്ല, നമുക്ക് വേണ്ട ഊർജവും ലഭിക്കില്ല. ആസ് എ റിസൾട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ശ്വസനത്തിന്റെ ഫലമായാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. അതെങ്ങനെയാണെന്ന് അറിയുമോ? അതായത് നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് വലിക്കുന്നു, പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ശ്വസനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മറ്റൊരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ ഉള്ളിലേക്ക് ശ്വസിക്കുന്നത് ഓക്സിജനും പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ആനിമൽസ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു.
Carbon dioxide produced as a result of respiration by plants is used for photosynthesis during daytime. ഇങ്ങനെ ശ്വസനഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ചെടികളിൽ ഫോട്ടോസിന്തസിസിനായി ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പഠിച്ചതാണല്ലേ. ഫോട്ടോസിന്തസിസിനായി ഉപയോഗിക്കുന്ന പ്രധാന ഘടകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, സൺലൈറ്റ് എന്നിവയാണ്. ഇങ്ങനെ ശ്വസനഫലമായി ഉണ്ടാകുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ചെടികൾ അവയുടെ പ്രകാശ സംശ്ലേഷണ സമയത്ത്, അതായത് ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഈസ് ആൾസോ യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ ഫോട്ടോസിന്തസിസ്. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ചെടികളുടെ പ്രകാശ സംശ്ലേഷണ സമയത്ത്, അതായത് ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പകൽ സമയത്താണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ പകൽ സമയത്ത് ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾ ഉപയോഗിക്കുന്നു. എയർ എൻറ്റേഴ്സ് പ്ലാന്റ്സ് ത്രൂ ദ ലീവ്സ്. സസ്യങ്ങൾക്ക് വേണ്ട വായു അവയിലേക്ക് പ്രവേശിക്കുന്നത് ഇലകളിലൂടെയാണ്. ലെറ്റ് us examine whether there is any special part in the leaves for this. ഇലകൾ വഴിയാണ് ചെടികൾക്ക് ആവശ്യമായ വായു സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവയ്ക്ക് വേണ്ടി ഇലകളിൽ എന്തെങ്കിലും പ്രത്യേക ഭാഗങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് നിരീക്ഷിച്ചു നോക്കാം. Observe the leaf layer in a microscope and draw in the science diary. നമുക്ക് ഇലയുടെ ഒരു പാളി എടുത്ത് അത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് നോക്കാം. ഇങ്ങനെ നിരീക്ഷിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണോ അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്കൂളിൽ ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ്. സ്കൂളിലെ ലബോറട്ടറിയിൽ ചെന്ന മൈക്രോസ്കോപ്പിലൂടെ ഇലയുടെ ഒരു ലെയർ എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിലേതുപോലെ ചെറിയ സുഷിരങ്ങൾ കാണാം. ഇങ്ങനെ ഇലകളിൽ കാണപ്പെടുന്ന ഈ ചെറിയ സുഷിരങ്ങളെ സ്റ്റൊമാറ്റ എന്നാണ് പറയുന്നത്. ഈ സ്റ്റൊമാറ്റയിലൂടെയാണ് ഇലകൾക്ക് ആവശ്യമായ വായു സ്വീകരിക്കുന്നത്. ഇവിടെ മൈക്രോസ്കോപ്പിന്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ. മൈക്രോസ്കോപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഇലകളിലുള്ള ഈ സ്റ്റൊമാറ്റയെ നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണില്ല. എന്നാൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയാൽ നമുക്കത് വ്യക്തമായി കാണാൻ കഴിയും. These microscopic pores in the leaves are known as stomata. ഇലകളിലുള്ള ഈ ചെറിയ സൂക്ഷ്മ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. It is through these pores atmosphere air enters the plant. ചെടികൾക്ക് ആവശ്യമായ വായു പ്രവേശിക്കുന്നത് ഈ സുഷിരങ്ങളിലൂടെയാണ്. Oxygen produced as a result of photosynthesis is also released through these pores. ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാകുന്ന ഓക്സിജൻ ചെടികളിൽ നിന്നും പുറത്തേക്ക് പോകുന്നതും ഈ സ്റ്റൊമാറ്റ വഴിയാണ്. അതുപോലെ ചെടികൾക്ക് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നതും ഈ സ്റ്റൊമാറ്റ വഴിയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായോ? സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ചെടികളുടെ ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഈ സ്റ്റൊമാറ്റ വഴിയാണ് ഇലകൾക്ക് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നതും ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഉൽപ്പന്നമായ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നതും ഈ സ്റ്റൊമാറ്റ വഴിയാണ്. ഇനി നമുക്ക് ചെടികളിൽ ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. ഫോട്ടോസിന്തസിസ് പകൽ സമയത്താണ് നടക്കുന്നത്. അങ്ങനെ നടക്കാൻ കാരണം എന്താണ്? ഫോട്ടോസിന്തസിസിന് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും അതുപോലെ സൺലൈറ്റും ആവശ്യമാണ് അല്ലെ. അപ്പോൾ പകൽ സമയത്താണ് സൺലൈറ്റ് ലഭിക്കുന്നത്. അതുകൊണ്ട് ചെടികളിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഡേ ടൈമിലാണ്, പകൽ നേരത്താണ്. ഇനി ചെടികളിൽ ഫോട്ടോസിന്തസിസും അതുപോലെ ശ്വസനവും പകൽ നേരത്ത് നടക്കുന്നത് നോക്കൂ. പകൽ സമയങ്ങളിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് ചെടികളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. എന്നാൽ അവയുടെ റെസ്പിറേഷൻ ശ്വസന പ്രക്രിയയിൽ എങ്ങനെയാണ്? ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഇത് രാത്രി സമയങ്ങളിൽ നോക്കൂ. രാത്രി സമയങ്ങളിൽ റെസ്പിറേഷൻ മാത്രമാണ് നടക്കുന്നത്, ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല അല്ലെ. സൺലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഫോട്ടോസിന്തസിസ് രാത്രി സമയങ്ങളിൽ നടക്കാത്തത്. അതുകൊണ്ട് നൈറ്റിൽ ചെടികളിൽ റെസ്പിറേഷൻ മാത്രമാണ് നടക്കുന്നത്. റെസ്പിറേഷൻ സമയത്ത് ചെടികളിൽ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും അത് കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പകൽ സമയങ്ങളിൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുക്കുകയും ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ ചെടികളിൽ ശ്വസനവും നടക്കുന്നുണ്ടല്ലേ. ശ്വസനം നടക്കുമ്പോൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. എന്നാൽ രാത്രി സമയങ്ങളിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല, ശ്വസനം മാത്രമാണ് നടക്കുന്നത്.
അപ്പോൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. ഇത്ര ഓർത്താൽ മതി. പകൽ സമയങ്ങളിൽ ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും നടക്കുന്നുണ്ട്. എന്നാൽ നൈറ്റിൽ റെസ്പിറേഷൻ മാത്രമാണ് നടക്കുന്നത്. ഡു പ്ലാന്റ്സ് റിലീസ് ഓൺലി ഓക്സിജൻ? ഡിസ്കസ്. ചെടികളിൽ ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നത്? ചർച്ച ചെയ്യൂ. അല്ല അല്ലെ, ചെടികളിൽ ഓക്സിജൻ മാത്രമല്ല റിലീസ് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡും റിലീസ് ചെയ്യുന്നുണ്ട്. ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ്. ഗസ്റ്റ് എന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാകും അല്ലെ? എന്താണ് ഗസ്റ്റ് എന്ന് വെച്ചാൽ? വിരുന്നുകാർ അല്ലെങ്കിൽ അതിഥികൾ. ഈ അതിഥികളെ സ്വീകരിക്കുന്നവരാണ് ഹോസ്റ്റ്. ഡു ആൾ ദ പ്ലാന്റ്സ് മേക്ക് ഫുഡ്? എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കാറുണ്ടോ? ചെടികൾ ആഹാരം നിർമ്മിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഫോട്ടോസിന്തസിസ് വഴിയാണ് ചെടികൾക്ക് ആവശ്യമായ ആഹാരം അവ നിർമ്മിക്കുന്നത്. എന്നാലും എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? ഇവിടെ നമുക്ക് താഴെ ചില സസ്യങ്ങൾ തന്നിട്ടുണ്ട്. അവ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കൂ. ഐ എം മാംഗോ ട്രീ. ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ്. ഞാൻ മാംഗോ ട്രീ ആണ്. എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വന്തമായി നിർമ്മിക്കുന്നു. അപ്പോൾ മാംഗോ ട്രീക്ക് വേണ്ട ആഹാരം മാംഗോ ട്രീ സ്വന്തമായി നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഐ ആം ലൊറാൻഡസ്. ലൊറാൻഡസ് എന്ന് വെച്ചാൽ ഇത്തിൽക്കണ്ണിയാണ്. മാവിലും മറ്റും വലിയ മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ചെടികളാണ് ഇത്തിൽക്കണ്ണികൾ. ഐ ആൾസോ പ്രിപ്പയർ മൈ ഓൺ ഫുഡ്. എനിക്ക് വേണ്ട ആഹാരം ഞാൻ തന്നെയാണ് നിർമ്മിക്കുന്നത്. ബട്ട് ഐ ഒബ്സർവ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദിസ് പ്ലാന്റ്. പക്ഷേ ജലവും മിനറൽസും, വെള്ളവും അതിനു വേണ്ട മിനറൽസും ഈ ചെടിയിൽ നിന്നുമാണ് ഞാൻ വലിച്ചെടുക്കുന്നത് എന്ന് ലൊറാൻഡസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തിൽക്കണ്ണി അതായത് ലൊറാൻഡസ് എന്ന ഈ ചെടി അതിനു വേണ്ട ജലവും ലവണവും വലിച്ചെടുക്കുന്നത് മാവിൽ നിന്നുമാണ്, നേരിട്ട് മണ്ണിൽ നിന്നുമല്ല അല്ലെ? അടുത്തൊരു ചെടി അഴാം വാണ്ട. വാണ്ട എന്ന് വെച്ചാൽ മരവാഴ. അതും മാവിൽ തന്നെ വളർന്നു നിൽക്കുന്ന ഒരു ചെടിയാണ്. മൈ സെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ്. എനിക്ക് വേണ്ട ഭക്ഷണവും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ബട്ട് ഐ നീഡ് എ പ്ലേസ് ടു ഗ്രോ. പക്ഷെ എനിക്ക് വളരാൻ സ്ഥലം ആവശ്യമാണ്. അപ്പോൾ ഈ ചെടി നിലത്ത് വളരുന്ന ഒരു ചെടിയല്ല അല്ലെ? അതിന് ഒരു മരത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ചെടിയാണ്. പക്ഷെ അതിന് വേണ്ട ആഹാരം നിർമ്മിക്കുന്നതും ആ ആഹാരത്തിന് വേണ്ട ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കുന്നതും അത് സ്വയം തന്നെയാണ്. ഓക്കെ, അടുത്തൊരു പ്ലാന്റ് കസ്ക്യൂട്ട. ഐ ആം കസ്ക്യൂട്ട. ഞാൻ കസ്ക്യൂട്ടയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം കാണപ്പെടുന്ന മൂടില്ല താളി എന്ന ചെടിയാണ് ഇത്. ഐ ഡു നോട്ട് പ്രിപ്പയർ ഫുഡ്. ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല. ഐ ഒബ്സർവ് ദ മിനറൽസ് ഐ നീഡ് ഫ്രം ദിസ് പ്ലാന്റ്. ഈ ഒരു ചെടി ഭക്ഷണം സ്വയം നിർമ്മിക്കുന്നില്ലെങ്കിലും അതിനു വേണ്ട പോഷക ഘടകങ്ങളെല്ലാം അത് വലിച്ചെടുക്കുന്നത് ആ ചെടി ഏത് സസ്യത്തിലാണോ നിൽക്കുന്നത് ആ ചെടിയിൽ നിന്നുമാണ് ഈ ഒരു കസ്ക്യൂട്ട എന്ന ചെടി വലിച്ചെടുക്കുന്നത്. അപ്പോൾ അത് സ്വയം ഭക്ഷണം നിർമ്മിക്കുന്നില്ല. പക്ഷെ ഈ ചെടി ഏത് ചെടിയിലാണോ വളരുന്നത് ആ ചെടിയിൽ നിന്നും ന്യൂട്രിയൻസ് വലിച്ചെടുത്താണ് അതിനു വേണ്ട ആഹാരം കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ചെടികൾ അവയ്ക്ക് വേണ്ട ആഹാരങ്ങൾ സ്വയം നിർമ്മിക്കുന്നവയുമുണ്ട്, മറ്റു ചെടികളെ ആശ്രയിച്ച് ജീവിക്കുന്നവയും ഉണ്ട് അല്ലെ? ഭക്ഷണത്തിനായി മറ്റു ചെടികളെ ആശ്രയിച്ച് ജീവിക്കുന്നവയും ഉണ്ട്. You have observed the conversation among the mango tree, Loranthus, Cuscuta and Vanda having you. മാംഗോ ട്രീയും ലൊറാന്തസും കസ്കുട്ടയും വാണ്ടയും പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? വിച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്? ഇതിൽ ഏതൊക്കെ ചെടികളാണ് അവയ്ക്ക് വേണ്ട ഭക്ഷണം നിർമ്മിക്കുന്നത്? ഏതൊക്കെ ചെടികളായിരുന്നു? മാംഗോ ട്രീ, ലൊറാന്തസ്, വാണ്ട എന്നിവ അവയ്ക്ക് വേണ്ട ഭക്ഷണം നിർമ്മിക്കുന്നുണ്ട് അല്ലെ? ഇതിലെ കസ്ക്യൂട്ട മാത്രമാണ് മറ്റു ചെടികളിൽ നിന്നും ആഹാരം വലിച്ചെടുക്കുന്നത്. These plants get the sunlight and carbon dioxide needed for photosynthesis in the same way. ഈ എല്ലാ ചെടികൾക്കും ഫോട്ടോസിന്തസിസ് നടത്തുന്നതിനാവശ്യമായ സൺലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും ഒരേ രീതിയിൽ തന്നെയാണ് ലഭിക്കുന്നത്. ബട്ട് ഹൗ ഡു ദേ ഗെറ്റ് വാട്ടർ? പക്ഷെ ഇവയ്ക്ക് വെള്ളം ലഭിക്കുന്നത് എങ്ങനെയാണ്? ശരിയാണല്ലേ, ഇതിലെ മാംഗോ ട്രീ മാത്രമാണ് മണ്ണിൽ ഉറച്ചു നിൽക്കുന്നത്, സോയിലിൽ നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഗസ്റ്റ് ആണല്ലേ, മാംഗോ ട്രീയിൽ വളരുന്ന മറ്റു ചെടികളാണ്. അപ്പോൾ സോയിൽ നിന്നുമാണ് ചെടികൾ അവയ്ക്ക് വേണ്ട വെള്ളം വേര് വഴി വലിച്ചെടുക്കുന്നത്. അപ്പോൾ മറ്റു ചെടികൾ എങ്ങനെയാണ് വെള്ളം കണ്ടെത്തുന്നത്? Where does the mango tree get its water from? മാംഗോ ട്രീ അതിന് വേണ്ട വെള്ളം എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? അത് വേര് വഴി മണ്ണിൽ നിന്നും വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. From the soil through its roots. How about Vanda and Loranthus? അപ്പോൾ വാണ്ടയും ലൊറാന്തസും എങ്ങനെയാണ് അവയ്ക്ക് വേണ്ട വെള്ളം വലിച്ചെടുക്കുന്നത്? Observe the picture of Vanda. അപ്പോൾ നമുക്ക് വാണ്ടയുടെ ഒരു പിക്ചർ താഴെ തന്നിട്ടുണ്ട്. ഈ വാണ്ടയുടെ റൂട്ട് നിരീക്ഷിച്ച് നോക്കൂ.
മണ്ണിലല്ല അല്ലേ, വേറൊരു ചെടിയിൽ പറ്റിപ്പിടിച്ചാണ് വളരുന്നത്. ഈ ചെടിക്ക് രണ്ട് തരത്തിലുള്ള റൂട്ട് കാണാം. ഒന്ന് വളരെ കനം കൂടിയതും മറ്റൊന്ന് കനം കുറഞ്ഞ് വെളുത്ത നാരു പോലെയുള്ള റൂട്ടും. ഡോൺ യു സീ ടു ടൈപ്സ് ഓഫ് റൂട്ട്സ്? നിങ്ങൾ ഈ രണ്ട് തരത്തിലുള്ള റൂട്ട് കണ്ടില്ലേ? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദീസ് റൂട്ട്സ്? ഈ വേരുകളുടെ ധർമ്മം എന്താണ്? വേർ ഡു ദി തിക്ക് വൈറ്റ് റൂട്ട്സ് ഗ്രോ ടു? വെളുത്ത നിറത്തിൽ കട്ടി കൂടി കാണപ്പെടുന്ന ഈ വേരുകൾ എവിടേക്കാണ് വളരുന്നത്? ഇതിനുള്ള ആൻസർ ആണ് താഴെ ഒരു ബോക്സിൽ തന്നിട്ടുള്ളത്. ദ സ്മോൾ റൂട്ട്സ് ഹെൽപ്സ് ദ വാണ്ട ടു ഗ്രോ ബൈ ക്ലിംഗിങ് ഓൺ ടു ദി ട്രീ. ഇതിൽ കാണപ്പെടുന്ന ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നതാണ്. ദ തിക്ക് റൂട്ട്സ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. എന്നാൽ ഇതിലെ കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. They depend on host plants only for habitat. ഇവയുടെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരം ചെടികൾ മറ്റു ചെടികളെ ആശ്രയിക്കുന്നത്. Such plants are called epiphytes. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റ്സ് എന്നാണ് പറയുന്നത്. Orchids are examples of epiphytes. ഓർക്കിഡ് എന്ന ചെടി കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? അത്തരം ചെടികൾ എപ്പിഫൈറ്റ്സിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവയുടെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ചെടികളാണ് എപ്പിഫൈറ്റുകൾ. ഇവയ്ക്ക് വേണ്ട ആഹാരം നിർമ്മിക്കുന്നത് ഇവ തന്നെയാണ്, അല്ലെ? അപ്പോൾ അവയ്ക്ക് വേണ്ട വെള്ളം വലിച്ചെടുക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നുമാണ്. ഒബ്സർവ് ദ എപ്പിഫൈറ്റ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ദി റൂട്ട്സ്. ക്യാൻ ദ ഗ്രോത്ത് ഓഫ് എപ്പിഫൈറ്റ്സ് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്? എപ്പിഫൈറ്റുകളെ നിരീക്ഷിച്ച് അവയുടെ വേരുകളുടെ പ്രത്യേകത മനസ്സിലാക്കുകയും എപ്പിഫൈറ്റുകൾ വളരുന്നത് കൊണ്ട് ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടാകുമോ എന്ന് കണ്ടെത്തുകയും ചെയ്യുക. അപ്പോൾ എന്താണ് ഇത്തരം എപ്പിഫൈറ്റുകൾ? അത് വളരുന്ന ഹോസ്റ്റ് പ്ലാന്റിന് ദോഷകരമല്ല, അല്ലെ? കാരണം എന്താണ്? അത് ആ ചെടിയിൽ വളരാനുള്ള ഒരു ആവാസം മാത്രമാണ്, ഹാബിറ്റേറ്റ് മാത്രമാണ് അത് കണ്ടെത്തുന്നത്. അതിൽ നിന്നും മിനറൽസോ ന്യൂട്രിയൻസോ ഒന്നും എടുക്കുന്നില്ല. നോ, ദ തിക്ക് റൂട്ട്സ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ. ഇതിലെ തിക്കായിട്ടുള്ള റൂട്ട് അതിന് വേണ്ട വെള്ളം വലിച്ചെടുക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നുമാണ്. ദ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഓൺലി ഫോർ ഹാബിറ്റേറ്റ്. അവയുടെ ആവാസത്തിന്, അതായത് വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് എപ്പിഫൈറ്റുകൾ ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ചെടികൾ ഹോസ്റ്റ് പ്ലാന്റിന് ദോഷകരമല്ല. ഒബ്സർവ് ദി പിക്ചർ ഓഫ് ദി റൂട്ട്സ് ഓഫ് ലോറാന്തസ്. ഇനി ലോറാന്തസ് എന്ന ചെടിയുടെ വേരുകൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. വേർ ഡു ദെയർ റൂട്ട്സ് ഗ്രോ ടു? അവയുടെ വേരുകൾ എങ്ങോട്ടാണ് വളരുന്നത്? ഇവയുടെ വേരുകൾ ഹോസ്റ്റ് പ്ലാന്റിന്റെ ഉള്ളിലേക്കാണല്ലേ വളരുന്നത്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഫോർ ലോറാന്തസ് വിത്ത് ദെയർ സ്പെഷ്യൽ റൂട്ട്സ്? ഇവയുടെ ഇത്തരം സ്പെഷ്യൽ റൂട്ട്സ് കൊണ്ട് അവയ്ക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ലോറാന്തസ് മേക്സ് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിംഗ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി ഹോസ്റ്റ് പ്ലാന്റ്. ഇവയുടെ ഇത്തരം വേരുകൾ കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമായ വെള്ളവും മിനറൽസും വലിച്ചെടുത്താണ് ഇവ സ്വയം ആഹാരം നിർമ്മിക്കുന്നത്. Therefore, plants like Loranthus are called semi-parasites. ലോറാന്തസ് പോലെയുള്ള ഇത്തരം ചെടികളെ സെമി പാരസൈറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇത്തരം ചെടികൾ മരങ്ങളിൽ വളരുന്നത് അവയ്ക്ക് വേണ്ട ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ വേണ്ടിയാണല്ലേ. അവയ്ക്ക് വേണ്ട ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നത് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നാണ്. ഇത്തരം ചെടികളെ സെമി പാരസൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഒബ്സർവ് ദ കസ്ക്യൂട്ട സ്പ്രെഡ് ഓൺ ദി പ്ലാന്റ്. ഈ ഒരു ചെടിയിൽ കസ്ക്യൂട്ട എന്ന പ്ലാന്റ് വളർന്നു വരുന്നത് നോക്കൂ. വാട്ട് കളർ ഈസ് ഇറ്റ്? ഡു യു സീ ലീവ്സ്? എന്താണ് ഇവയുടെ നിറം? ഇവയുടെ ഇലകളെ കാണുന്നുണ്ടോ? ക്യാൻ കസ്ക്യൂട്ട പ്രിപ്പയർ ഫുഡ്? കസ്ക്യൂട്ട എന്ന ചെടി അവയ്ക്ക് വേണ്ട ഭക്ഷണം നിർമ്മിക്കുന്നുണ്ടോ? വേർ ഡു ഇറ്റ്സ് റൂട്ട്സ് ഗ്രോ ടു? അവയുടെ റൂട്ട് എങ്ങോട്ടാണ് വളരുന്നത്? ഇത്തരം ചെടികൾ അവയ്ക്ക് വേണ്ട ഭക്ഷണം നിർമ്മിക്കുന്നില്ല, അല്ലെ? അവ ഏത് ചെടിയിലാണോ വളരുന്നത് ആ ചെടിയിൽ നിന്നുമാണ് ഇവയ്ക്ക് വേണ്ട ആഹാരം വലിച്ചെടുക്കുന്നത്. കസ്ക്യൂട്ട പ്ലാന്റ്സ് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും അവയ്ക്ക് വേണ്ട ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനുള്ള വേരുകളാണ് ഇവയ്ക്കുള്ളത്. They are called ടോട്ടൽ പാരസൈറ്റ്സ്. ഇത്തരം ചെടികളെ ടോട്ടൽ പാരസൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആഹാരത്തിന് വേണ്ടി മറ്റു ചെടികളെ ആശ്രയിക്കുന്ന, എന്നാൽ സ്വയം ആഹാരം നിർമ്മിക്കാത്ത മറ്റു ചെടികളെ ആശ്രയിക്കുന്ന ചെടികളെ ടോട്ടൽ പാരസൈറ്റ്സ് എന്നും, ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായ വാട്ടറും മിനറൽസും വലിച്ചെടുക്കുന്നതിനായി മറ്റു ചെടികളെ ആശ്രയിച്ച് വളരുകയും പിന്നീട് സ്വയം ആഹാരം നിർമ്മിക്കുകയും ചെയ്യുന്ന ചെടികളെ സെമി പാരസൈറ്റ്സ് എന്നും പറയുന്നു. ഓക്കെ, ഒബ്സർവ് ദി പിക്ചർ. താഴെ തന്നിരിക്കുന്ന ഈ ഒരു ചിത്രം നിരീക്ഷിച്ചു നോക്കൂ. All living beings in nature depend on each other to survive. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്.
അതായത് എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കണമെങ്കിൽ പരസ്പരം ആശ്രയത്വം വേണം, അല്ലെ? ജീവനുള്ളവയും ജീവനില്ലാത്തവയും എല്ലാം തമ്മിൽ പരസ്പരം ആശ്രയിച്ചാണ് ഈ പ്രകൃതിയിലെ ജീവികൾ ജീവിക്കുന്നത്. ലുക്ക് around and find more examples for the interdependence of living beings. Write down your findings in your science diary. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് ജീവികളുടെ പരസ്പര ആശ്രയങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതുക. അത് നിങ്ങൾ തന്നെ ചുറ്റുപാട് നിരീക്ഷിച്ച് കണ്ടെത്തി എഴുതാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലെ ലെറ്റ് us assess എന്ന ഭാഗം നോക്കാം. ആദ്യത്തെ ചോദ്യം, the plants with red colored leaves can not prepare food by themselves. Do you agree? Why? ചുവപ്പ് നിറത്തിലുള്ള ഇലകളുള്ള ചെടികൾ അവയ്ക്ക് വേണ്ട ആഹാരം അവ തന്നെ നിർമ്മിക്കുന്നു. ഇത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ആൻസർ, നോ, ഐ ഡോണ്ട് എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ എഗ്രി ചെയ്യുന്നില്ല. ദ റെഡ് കളേർഡ് ലീവ്സ് കണ്ടെയ്ൻ ക്ലോറോഫിൽ. റെഡ് നിറത്തിലുള്ള ഇലകളിലും എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്. Plants with red colored leaves can prepare their own food through photosynthesis due to the presence of chlorophyll. റെഡ് നിറത്തിലുള്ള ഇലകളിലും ക്ലോറോഫിൽ ഉള്ളതിനാൽ അവയ്ക്ക് വേണ്ട ആഹാരം ഫോട്ടോസിന്തസിസ് വഴി അവ തന്നെ നിർമ്മിക്കുന്നുണ്ട്. ചുവപ്പ് നിറത്തിലുള്ള ഇലകളിലെ പിഗ്മെന്റ് എന്ന് പറയുന്നത് ആന്തോസയാനിൻ ആണെന്ന് നമ്മൾ പഠിച്ചതാണല്ലേ. എങ്കിലും അവയിലും ചെറിയൊരു അളവിൽ ക്ലോറോഫിൽ അടങ്ങിയതിനാൽ ഇലകളിൽ വെച്ച് തന്നെ ഇവയ്ക്ക് വേണ്ട ആഹാരം നിർമ്മിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഇവിടെ നമുക്കൊരു ഫുഡ് വെബ് തന്നിട്ടുണ്ട്. ഫുഡ് വെബ് നോക്കിക്കേ. പ്ലാന്റ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. പ്ലാന്റ്, മോസ്കിറ്റോ, ഫ്രോഗ്, സ്നേക്ക്. പ്ലാന്റ്, കോക്രോച്ച്, ഹൗസ് ലിസർഡ്. വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് ഫുഡ് വെബ് ഇഫ് ദ നമ്പർ ഓഫ് ഫ്രോഗ്സ് ഡിക്രീസ്? ഈ ഒരു ഫുഡ് വെബിലെ ഫ്രോഗിന്റെ എണ്ണം കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രോഗിന്റെ എണ്ണം കുറയുകയാണെങ്കിൽ സ്വാഭാവികമായും ഗ്രാസ് ഹോപ്പറിന്റെയും മോസ്കിറ്റോന്റെയും എണ്ണം കൂടും, അല്ലേ? അത് അവയുടെ എക്കോസിസ്റ്റത്തെ തന്നെ ബാധിക്കുകയും ചെയ്യും. If the number of frogs decreases, there will be an increase in the number of the mosquitoes and grasshoppers. It will affect the ecosystem. അടുത്ത ചോദ്യം, observe the illustration and complete the stages of gases exchange in plants. ചെടികളിലെ വാതക വിനിമയം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഈ ചിത്രം നോക്കി മനസ്സിലാക്കൂ. അതിനുശേഷം അത് ഓരോ ഘട്ടങ്ങളായി എഴുതുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചെടിയിൽ റെസ്പിറേഷനും അതായത് ശ്വസന പ്രക്രിയയും ഫോട്ടോസിന്തസിസും നടക്കുന്നുണ്ട്. ഇതിൽ ഫോട്ടോസിന്തസിസിൽ നോക്കൂ, നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും ഉള്ള ഒരു വാതകം, അതായത് അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ചെടികളിലേക്ക് എടുക്കുകയും അതുവഴി ഫോട്ടോസിന്തസിസ് ചെടികളിൽ നടക്കുകയും ചെയ്യുന്നു, അല്ലെ? അതിനുശേഷം ഈ ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മറ്റൊരു വായുവാണ് ഓക്സിജൻ. ഈ ഓക്സിജനെ ഈ ചെടി പുറത്തേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നും എടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ചെടി ഉള്ളിലേക്ക് എടുക്കുകയും പിന്നീട് ഓക്സിജനായി പുറന്തള്ളുകയും ചെയ്യുന്നു. എന്നാൽ റെസ്പിറേഷന്റെ സമയത്ത്, അതായത് ചെടികളിലെ ശ്വസന പ്രക്രിയയുടെ സമയത്ത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യത്തെ 2 പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദി പ്ലാന്റ്. അന്തരീക്ഷത്തിൽ നിന്നുമുള്ള എയർ ചെടിയിലേക്ക് പ്രവേശിക്കുന്നു. ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് യൂസിംഗ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ. ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നും എടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫോട്ടോസിന്തസിസ് ഈസ് റിലീസ്ഡ് ബൈ പ്ലാന്റ്സ്. ഫോട്ടോസിന്തസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിജൻ ചെടികൾ പുറത്തേക്ക് പുറന്തള്ളുന്നു, റിലീസ് ചെയ്യുന്നു. ഓക്സിജൻ ഇസ് ദ അറ്റ്മോസ്ഫിയർ ഈസ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ ദ റെസ്പിറേഷൻ. ചെടികളിലെ ശ്വസനത്തിന് സഹായിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നും എടുക്കുന്ന ഓക്സിജനെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ റെസ്പിറേഷൻ ഓഫ് പ്ലാന്റ്സ് ഈസ് റിലീസ്ഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ. ഇങ്ങനെ റെസ്പിറേഷന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ചെടികൾ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പേജ് നമ്പർ 20 മുതൽ 26 വരെയുള്ള എല്ലാ കാര്യങ്ങളുടെ എക്സ്പ്ലനേഷനും എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ബ്ലൂമിംഗ് ബേർഡ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്